നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന സംഗതി വൈൽ ലൂപ്പിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും സം ഓഫ് നമ്പേഴ്സ് കാണാനായിട്ടുള്ള പ്രോഗ്രാം നമ്മൾ എഴുതുകയുണ്ടായി. അതെല്ലാവരും ചെയ്തു നോക്കി എന്ന് വിചാരിക്കും. ഇന്ന് നമ്മൾ അതിന്റെ ഒരു വേരിയേഷൻ, അതായത് നമ്മളിവിടെ ഉപയോഗിച്ച പ്രോഗ്രാം എന്ന് പറയുന്നത് n നമ്പേഴ്സ് റീഡ് ചെയ്തിട്ട് അതിന്റെ സം കണ്ടുപിടിക്കാൻ, നമ്പേഴ്സ് മുഴുവൻ റീഡ് ചെയ്തിട്ടല്ല, ഓരോന്നോരോന്നായിട്ട് റീഡ് ചെയ്യുന്നത്, അന്നേരം തന്നെ സം ചെയ്ത് ടോട്ടൽ എത്ര നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ടോ അത്രയും നമ്പറിന്റെ സം കാണാനായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ പറഞ്ഞത്. പ്രോബ്ലം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് വൈൽ എന്ന് പറയുന്ന കൺസ്ട്രക്റ്റിനെ കുറിച്ചായിരുന്നു. വൈലിന്റെ വർക്കിംഗ് നമ്മൾ മനസ്സിലാക്കി. വൈൽ കഴിഞ്ഞൊരു കണ്ടീഷൻ കൊടുക്കണം. ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക്, അതായത് ഒരു ഡബിൾ ബ്രാക്കറ്റിന് ഇടയ്ക്കുള്ള ഭാഗങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് അതിന്റെ വർക്കിംഗ്. ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഡു വൈൽ എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ വേറൊരു തരത്തിലുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമുക്ക് അതിനു വേണ്ടി ഒരു പുതുതായിട്ടൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിതില് നമുക്ക് അറിയാമല്ലോ, നമ്മൾ നേരത്തെ ചുമ്മാ സം ചെയ്തേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യം കൂടെ വേണേൽ കണ്ടുപിടിക്കാം. നമുക്ക് ഇപ്രാവശ്യം അതിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് write a program. ഇതാണ് നമുക്ക് ഇന്നത്തെ ടാസ്ക്. ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡു വൈൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. നമ്മൾ എപ്പോഴും തുടങ്ങുന്നത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കണം. ഒരു അൽഗോരിതം ഫിക്സ് ചെയ്തുകൊണ്ടാണ് നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത്, n നമ്പേഴ്സ് റീഡ് ചെയ്യണം. അപ്പോൾ ആസ്ക് യൂസർ how many numbers are going to be input, എത്ര എണ്ണം എൻട്രി ചെയ്യുന്നു യൂസറോട് ചോദിക്കുക. എന്നിട്ട് അത് റീഡ് ചെയ്യുക, അല്ലേ? റീഡ്. അതിനിടയ്ക്ക് ഒരു സ്റ്റേജ് ഉണ്ട്, അല്ലേ? അപ്പോൾ ദിസ് നമ്പേഴ്സ്, ഹൗ മെനി നമ്പേഴ്സ് എന്ന് സ്റ്റോർ ദിസ് നമ്പർ ഇൻ എ വേരിയബിൾ. നമുക്ക് പിന്നീട് ഉപയോഗിക്കണം, അതുകൊണ്ടാണ്. ദെൻ യൂസിങ് എ ലൂപ്പ്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഇത് മാറ്റാം. നമുക്ക് യൂസർ n നമ്പേഴ്സ് എൻ്റർ ചെയ്യും, പക്ഷെ ലാസ്റ്റ് നമ്പർ ഒരു പർട്ടിക്കുലർ നമ്പറായിട്ട് വരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പർട്ടിക്കുലർ നമ്പർ ആയിട്ട് യൂസിങ് എ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. Sum the numbers. Fourth step, find the average, mean value as sum divided by mean equal to sum divided by number of numbers. എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്, അല്ലെ കൗണ്ട് ഓഫ് കൗണ്ട്, അതാണ്. നമ്പർ ഓഫ് നമ്പേഴ്സ് ഈസ് ഇതാണ് മീൻ കിട്ടുന്നത്. output the numbers, sorry, mean.
ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. നമ്മൾ ആ യൂസറോട് ചോദിക്കുക എത്ര നമ്പർ എൻ്റർ ചെയ്യാൻ പോകുന്നു, അത് നമ്മളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അത്രയും തവണ നമ്മൾ ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് നമ്പേഴ്സ് റീഡ് ചെയ്യുക, എന്നിട്ട് സം കണ്ടുപിടിക്കുക. സം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. അതൊന്നുകൂടെ ഒന്ന് പ്രോഗ്രാം ആക്കി മാറ്റി. അപ്പൊ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഡു വൈൽ ലൂപ്പ് പഠിക്കുക എന്നുള്ളതാണ്. നമ്മള് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്തു. There is nothing to be returned, so void main program. നേരത്തെ ചെയ്ത പോലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട് എന്നുള്ളത് നോക്കി. അപ്പോൾ നമ്പർ ഓഫ് നമ്പേഴ്സ് സ്റ്റോർ, ദെൻ യൂസറിനോട് കൗണ്ട് എന്ന് പറഞ്ഞ് വേറൊരു വേരിയബിൾ വേണം, എത്ര എണ്ണം നമ്പർ എൻ്റർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ഇനിഷ്യലി കൗണ്ട് ഈ 0, നമുക്ക് വേണമെങ്കിൽ 0 ആയിട്ട് സെറ്റ് ചെയ്യാം. കാരണം അത് പിന്നെ ഓരോന്നോരോന്നോട്ട് കൂട്ടി നമുക്ക് കൗണ്ട് എത്ര നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നുണ്ട്, ആക്ച്വലി എത്ര നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കും. ഓക്കെ, ദെൻ ഇതിന്റെ സം സൂക്ഷിക്കാനായിട്ട് ഒരു വേരിയബിൾ വേണം. ഓക്കെ, അത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് 0യിലേക്ക്. പിന്നെ എന്താണ് വേണ്ടത്, നമുക്ക് ഈ പ്രോബ്ലം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് കൗണ്ട് ഉണ്ട്, സം ഉണ്ട്. ദെൻ ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ സംഗതിയും നമുക്ക് വേണ്ട എല്ലാ സംഗതികളും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് യൂസറോട് ചോദിക്കുകയാണല്ലോ. അപ്പോൾ വി ക്യാൻ റൈറ്റ് എ പ്രിന്റ്എഫ് ലൈക്ക് ദിസ്, എൻ്റർ ഹൗ മെനി numbers are going to be in bold, question mark. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിത് സാധാരണ പോലെ ഇത് റീഡ് ചെയ്ത്, സോ ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ, നമുക്ക് വെക്കാം, എന്നിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഹൗ മെനി നമ്പേഴ്സ് ആർ ഗോയിങ് ടു ബി ഇൻപുട്ട്, അത് നമ്മൾ സ്കാൻഎഫ് ഫംഗ്ഷൻ വഴി എന്നിലേക്ക്, n എന്ന് പറയുന്ന സ്റ്റോറേജ് സ്പേസിലേക്ക് അത് റീഡ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോന്നോരോന്നായിട്ട് എടുക്കുക, സം ചെയ്യുക. അതാണ് അടുത്ത പ്രോസസ്. സോ ഡു, ഞാൻ നേരത്തെ എഴുതിയതിന് പകരമായിട്ട് ഞാൻ ഇങ്ങനെയാണ് എഴുതണം, ഡു കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ്. ദെൻ ഞാൻ ഇങ്ങനെ പറയാണ് printf enter നമ്പർ, ഒരു നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നു. സ്കാനർ എൻ്റർ ചെയ്ത നമ്പർ റീഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. നമ്മൾ നേരത്തെ എഴുതുകയാണ് %d %d. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഒരു നമ്പർ എന്താണ് സംഭവിച്ചത്, കറണ്ട് പോയതുകൊണ്ട് വെട്ടമില്ല, കീബോർഡ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഭയങ്കര മഴയാണ്. അപ്പൊ ലൈറ്റ് പോയി, വേറൊരു സംവിധാനം ഇല്ലത്, ഈ സ്ക്രീനിന്റെ വെട്ടത്തിലാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. അപ്പോൾ എൻ്റർ നമ്പർ %d കൊടുക്കുമ്പോൾ ആ നമ്പർ യൂസർ റീഡ് ചെയ്ത് തരും. അത് നമ്മുടെ ഡി എന്ന് പറയുന്ന ABCD. വേർ ഈസ് ദ ഡി സ്റ്റോർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞു. വി ഹാവ് ടു ഡിക്ലെയർ ഡി ഓൾസോ. അപ്പോൾ ഡിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ സം ഈസ് ഈക്വൽ ടു ഇപ്പൊ കിട്ടിയ നമ്പർ സമ്മിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ എപ്പോ വരെ ചെയ്യണം അതാണ് ഒരു കോഡ്. ഇവിടെ n കിട്ടിയിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, n ഓരോ തവണയും കുറയ്ക്കുക. ഫസ്റ്റ് നമ്പർ എടുത്തു, അടുത്ത നമ്പർ ഒരു പ്രാവശ്യം റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് n നമ്പേഴ്സ് റീഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്നുകൂടെ കുറച്ചു. ദെൻ വേറൊരു പ്രശ്നം ഇവിടെയുള്ളത് എന്താണ്, ഇത് ലൂപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ഉള്ളത് അറിയാമായിരുന്നു. പക്ഷെ ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഓരോന്ന് പ്രാവശ്യം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് എത്ര ഉണ്ടെന്നുള്ളത്, എത്ര നമ്പറാണ് യൂസർ എൻ്റർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്
നമ്മൾ വിട്ടുപോകും. കാരണം ഓരോന്നോരോന്ന് അതിനകത്ത് നിന്ന് കുറയല്ലേ. അങ്ങനെ കുറയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? നമുക്ക് ഇനി അതിനകത്ത് ലാസ്റ്റ് ഇത് തീരുമ്പോഴത്തേക്ക് n 0 ആയി പോകും. അപ്പോൾ പിന്നെ അതിനകത്ത് എത്ര നമ്പർ ആയിരുന്നു ഇനിഷ്യലി തുടങ്ങിയെന്നുള്ളത് നമുക്ക് അറിയാൻ മേലാത്ത പോകും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഇത് ടെമ്പററി സ്റ്റോർ ചെയ്ത് വെക്കണം ബിഫോർ ഡിക്രിമെന്റിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്കാൻ റീഡ് ചെയ്ത് ശേഷം കൗണ്ടിലേക്ക് n സ്റ്റോർ ചെയ്യുക. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് n കിട്ടി. n എന്ന് പറയുന്നത് എത്ര നമ്പർ ഉണ്ടെന്നുള്ളത്, എത്ര നമ്പർ എൻ്റർ ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ഈ പണി നടക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇവിടെ ഇത് കുറച്ചുകൊണ്ടിരിക്കും. അവസാനം ഈ കൗണ്ട് എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ എത്ര നമ്പർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. സം ചെയ്തത് എത്ര നമ്പർ ആണെന്ന് നമുക്ക് അറിയത്തില്ല. എത്ര നമ്പർ ആണെന്ന് അറിയത്തില്ല, മീൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഫോർമുലയില് മീൻ ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ കൗണ്ട് എന്നുള്ള കൗണ്ട് ഓഫ് നമ്പേഴ്സ് എന്നുള്ള ആ ഫോർമുല തെറ്റിപ്പോകും. അപ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ വൈൽ നേരത്തെ കൊടുത്ത പോലെ തന്നെയാണ് കണ്ടീഷൻ കൊടുക്കുന്നത്, വൈൽ n ഗ്രേറ്റർ ദാൻ 0. പക്ഷെ അത് കൊടുക്കുന്നത് എവിടെയാണ്? ഡു എന്ന് പറയുന്ന ബ്ലോക്കിന്റെ അവസാനമാണ് വൈൽ കൊടുക്കുന്നത്. ഇതെന്താണ്? ഒരു സെമിക്കോളൻ. ഇതാണ് ഡു വൈലിന്റെ സിന്റാക്സ്. ഡു കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് തുടങ്ങണം, സ്റ്റേറ്റ്മെന്റ്സ് എഴുതണം, ബ്രാക്കറ്റ് തീരണം, ബ്രാക്കറ്റ് തീരുന്നിടത്ത് വൈൽ കണ്ടീഷൻ എഴുതണം. എന്താണ് ഇതിന്റെ പ്രത്യേകത? നേരത്തെ നമ്മൾ എഴുതിയ വൈലും ഇപ്പൊ എഴുതിയിരിക്കുന്ന ഈ ഡു വൈലും തമ്മിൽ എന്താണ് വ്യത്യാസം? വ്യത്യാസം വളരെ പ്രകടമായിട്ടുള്ള ഒന്നാണ്. ഒന്ന്, നമ്മൾ ഇവിടെയാണ് വൈൽ കണ്ടീഷൻ എഴുതിയിരുന്നെങ്കിൽ നമുക്ക് നോക്കാം. വൈൽ കണ്ടീഷൻ ഇങ്ങനെയാണ് എഴുതിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യൂ. ഈ കണ്ടീഷൻ ട്രൂ ആണല്ല, ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തത് 0 ആണെങ്കിൽ ഈ പ്രോഗ്രാം ഒന്നും ചെയ്യാതെ സം ഈസ് എന്ന് പറഞ്ഞ് ഒരു 0 ഡിസ്പ്ലേ ചെയ്ത് പുറത്തു വരും. അതെന്തുകൊണ്ടാണ്? ഇവിടെ വൈൽ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങൂ. വൈൽ ബ്ലോക്ക് ആണെങ്കിൽ വൈൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന സിറ്റുവേഷൻ മാത്രമേ താഴത്തെ ബ്ലോക്ക്, അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യൂ. എന്നാൽ ഡു വൈലിലാവുമ്പോ ഡു വൈലിൽ എന്താണ് സംഭവിക്കുന്നത്? ഡു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് ശേഷം പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പൊ n = 0 കൊടുത്താൽ പോലും ഈ ലൂപ്പ് ഒരു തവണ റൺ ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ താഴത്ത് വരൂ. അതാണ് വൈലും ഡു വൈലും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമ്മൾ ചെയ്ത് കുറെ ലോജിക്കുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, നമുക്ക് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്കിത് ചെയ്യാം. ഡു വൈൽ n > 0 ചെയ്തു. ഇപ്പൊ സമ്മ ഇതെല്ലാം ചെയ്ത് തീർന്നു കഴിയുമ്പോൾ സമ്മില് നമുക്ക് ഉദ്ദേശിച്ച യൂസർ എൻ്റർ ചെയ്ത നമ്പറുകളുടെ സം ഉണ്ടാവും. അതിനെ കൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മീൻ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. ആ മീൻ കണ്ടുപിടിച്ച് വെക്കാനായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് മീൻ തന്നെ ഉണ്ട്, മീൻ. സോ മീൻ എന്ന് പറയുന്ന വാല്യൂ മീൻ സമ്മ ഡിവൈഡ് ബൈ കൗണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അത് നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിയല്ല. നമുക്ക് ഇതിന്റെ തെറ്റുകളൊക്കെ എന്താണ്, ഇതിന്റെ ലോജിക് മിസ്റ്റേക്ക്, ഇതിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഇത് നമ്മൾ ഏകദേശം തീർന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തെ പ്രോബ്ലത്തെ കുറിച്ച് പറയാം. GCC mean.c -out സിന്റാക്സ് എറർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംഗതി കമ്പയർ ചെയ്തു. mean.txt റൺ ചെയ്യുന്നു. നമ്മൾ ചോദിക്കുന്നു എത്ര നമ്പേഴ്സ് ഉണ്ട്. നമുക്കൊരു 5 നമ്പർ കൊടുക്കാം. നമുക്ക് 12, 34, 11, 10,
മീൻ വാല്യൂ 15. ശരിയാണോ? 10 10 20 10 30 31 31 4 35 30 65 10 75 77 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് എത്രയാണ്? 77 ഡിവൈഡ് ബൈ കാൽക്കുലേറ്റർ ടോട്ടൽ നമ്മൾ എൻറ്റർ ചെയ്തത് 77 ആണ് ടോട്ടൽ വരുന്നത്. 5 നമ്പറാണ് നമ്മൾ കൊടുത്തത്. സോ ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ ആക്ച്വലി കിട്ടേണ്ടത് 15.4 എന്നാണ്. ഇതാണ് ശരിക്കുള്ള കാൽക്കുലേഷൻ. ഓക്കെ, നമ്മൾക്ക് ഇവിടെ കിട്ടിയതോ 15. എന്താണ് അതിന് കാരണം? എന്താണ് ആ വ്യത്യാസത്തിന് കാരണം? നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അത് വ്യത്യാസമാണ്. എന്താണ് അതിന് കാരണം? നമ്മൾ ഒരുപക്ഷെ മുഴുവൻ ഡിവിസിബിൾ ആയിട്ടുള്ള, കൃത്യമായിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ ഇത് നമുക്ക് കിട്ടാതെ പോയേനെ, ഈ എറർ നമുക്ക് കാണാൻ പോയേനെ. പക്ഷെ നമുക്കിപ്പോൾ അത് മനസ്സിലായി. എന്താണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന നമ്പർ ഇൻറ്റിജർ ആണെങ്കിലും ചില അവസരത്തിൽ അതിന്റെ കാൽക്കുലേറ്റഡ് വാല്യൂ, മീൻ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കില്ല, ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ അതെങ്ങനെ മാറ്റാം നമുക്ക്? അപ്പൊ നമ്മുടെ മീൻ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വേരിയബിൾ ഉപയോഗിക്കണം. മീൻ ഇസ്. അപ്പൊ ഇവിടെ പെർസെന്റേജ് ഡി എന്ന് കൊടുക്കാൻ പറ്റത്തില്ല, പകരം അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണെന്ന് കാണും, എഫ് എന്ന്. ഓക്കെ, നമുക്കിനി പ്രോബ്ലം ഒന്ന് സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് ഒന്നുകൂടെ കമ്പൈൽ ചെയ്ത് ഒന്നുകൂടെ റൺ ചെയ്തു. ഓക്കെ, നേരത്തെ വാല്യൂ തന്നെ എൻ്റർ ചെയ്യാം. 5 12 12 34 11 10 10. ഓക്കെ, എന്ത് പറ്റി? ഇപ്പോഴും 15 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ട് റിസൾട്ട് വന്നു. പക്ഷേ റിസൾട്ടില് വാല്യൂ 15 ആണ്. 15.4 കിട്ടേണ്ടതെന്ന് നമുക്കറിയാം. നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു, കിട്ടുന്നില്ല. അവിടെ എന്താണ് പ്രശ്നം? അതിലെന്താണ് പ്രശ്നം? അവിടെ വന്ന പ്രശ്നം, ഇവിടെ ഈ കമ്പ്യൂട്ടേഷൻ നടത്തുമ്പോൾ ഇതെല്ലാം ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് തന്നെ റിസൾട്ടും ഇൻറ്റിജറിലായി. നമ്മൾ ഇതിനെ ടെമ്പററി ആയിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കി മാറ്റണം. അപ്പോൾ അതെങ്ങനെ ചെയ്യും? അതിനാണ് കാസ്റ്റിംഗ് എന്ന് പറയും. കാസ്റ്റിംഗ്, ടൈപ്പ് കാസ്റ്റിംഗ്. അപ്പൊ നമുക്ക് ഒരു ടെമ്പററി ആയിട്ട് ഒരു കാൽക്കുലേഷൻ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് ഇൻറ്റിജർ ടു ടെമ്പററി നമുക്ക് ഒരു വാല്യൂവിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ആക്കി മാറ്റാം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ വേരിയബിളിന്റെ മുമ്പില് ബ്രാക്കറ്റില് ഇങ്ങനെ എഴുതാം. സോ എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മൾ ടെമ്പററി ഈ കാൽക്കുലേഷൻ നടത്തുമ്പോൾ എസിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആക്കി മാറ്റി ഒരെണ്ണം. ഇതിനെ അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആക്കാം, കുഴപ്പമില്ല. പക്ഷെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടേഷൻ മൊത്തം ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് മാറ്റിയിട്ട് ആകും അത് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഇതിനെ മാത്രം ഒന്ന് മാറ്റും. സേവ് ചെയ്തിട്ട് വീണ്ടും നമ്മള് ഇവിടെ വന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ 5 കൊടുത്തു, 12 34 11 10. Now the result is correct. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്? ഇതിവിടെ നമ്മൾ പഠിച്ച പുതിയ കാര്യം ഒന്ന്, ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഡു എന്ന് തുടങ്ങും. ഡു എന്ന് പറയുന്ന കീവേഡിൽ തുടങ്ങും. ഒരു ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത കേളി ബ്രാക്കറ്റ് എൻ്റർ ചെയ്ത് വരുന്നതാണ് ഡു ബ്ലോക്ക് എന്ന് പറയുന്നത്.
ഡു ബ്ലോക്കിന്റെ കണ്ടീഷൻ ചെക്കിങ് ഒരു പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അവിടെ വൈലിൽ കൊടുക്കുന്ന കണ്ടീഷൻ എന്തായാലും എന്ത് കണ്ടീഷൻ കൊടുത്താലും ഈ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഇനി കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ വൈൽ കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് പോകും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഈ ലൂപ്പില്. അതാണ് ഡു വൈലും വൈൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ച കാര്യം, സോ വി ക്യാൻ ഡിക്ലെയർ ഫ്ലോട്ട് വാല്യൂസ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് കമ്പ്യൂട്ടേഷൻ ഉപയോഗിക്കേണ്ടപ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്പ് ആയിട്ട് ഫ്ലോട്ട് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കണം. ഓക്കെ, അത് പഠിച്ചു. രണ്ട്, പിന്നെ ടൈപ്പ് കാസ്റ്റിംഗ്. എന്താണ് ടൈപ്പ് കാസ്റ്റിംഗ്? ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വേരിയബിൾ ഇനിഷ്യലി അത് ഇൻറ്റിജർ ആണ്, പക്ഷെ തൽക്കാലത്തേക്ക് ഇത് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് അതിന്റെ ടൈപ്പ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കി മാറ്റി. ടെമ്പററി ആയിട്ട് ഒരു ഡാറ്റയുടെ ടൈപ്പ് മാറ്റി വേറൊരു ടൈപ്പ് ആക്കുന്നതിനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതെന്താണ്, എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ ഒരു പ്രോബ്ലം, മീൻ കുറെ നമ്പേഴ്സ് കൊടുത്താൽ അതിന്റെ മീൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു അൽഗോരിതവും നമ്മൾ ഡെവലപ്പ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം. ഓക്കെ, അപ്പോ ഇത് മനസ്സിലാക്കുക. ഡു വൈലിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നതെല്ലാം. ഇതിന്റെ ഈ എക്സ്ട്രാ സ്പേസുകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു സ്ക്രീനിൽ കാണാവുന്ന പോലെ ആക്കാൻ. അവനക്ക് ഇല്ല, എന്നാലും കിട്ടത്തില്ല. ഓക്കെ, പ്രോബ്ലം. അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രോബ്ലം. ഞാൻ ഈ പ്രോഗ്രാം നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. വാട്സാപ്പ് ഗ്രൂപ്പിലെ പ്രോബ്ലം ഉണ്ട്, അപ്പൊ അത് വായിച്ച് നോക്കും. ചെയ്തിട്ട് എന്താണോ അതിന്റെ ഔട്ട്പുട്ട് എന്താണോ അത് അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. Somebody is waiting. കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ട്. ഇനി മുഷി, ദിവ്യ, ദിൽഷ, വിജില, എന്തെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അതിന്റെ ഒരു ഇതുണ്ട്, നമുക്ക് കറണ്ടിന്റെ അസൗകര്യമുണ്ട്. കറണ്ട് പോയി വന്നുകൊണ്ടിരിക്കുകയാണ്, നെറ്റ്വർക്ക് ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയം അല്ല, ഈ സമയത്ത് ചോദിക്കാനില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ക്വസ്റ്റ്യൻ ആൻസർ മാറ്റാം. എന്താണ് വേണ്ടത്? ഇന്നത്തേന് ക്ലാസ്സുകൾ ഇവിടെ നിർത്തുകയാണ്. ഈ ഒരു കൺസെപ്റ്റ് മാത്രം പഠിക്കുക. ഇന്നത്തേന് പഠിക്കുക ഡു വൈൽ ഡു. ഓക്കെ, എല്ലാവരും ഒന്ന് പറഞ്ഞു റെസ്പോൺസ്. എന്തെങ്കിലും ചോദിക്കാൻ, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, അല്ലെ ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതും ഡിസ്പ്ലേ ചെയ്തിട്ട് അത് പറയാം. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ചില പ്രശ്നങ്ങളുണ്ട്, ഇവിടെ കണക്ഷൻ പ്രശ്നങ്ങളാണ്. ഒന്ന് പറയൂ ആരെങ്കിലും. ഓക്കെ, മുർഷി ചെയ്ത് നോക്കിയിട്ട് പറയാം അല്ലേ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ? ഓക്കെ, ശരി. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്യാം. ശരി.